ഇടിച്ചക്കയേക്കാളും കുറച്ച് മാത്രം മൂത്ത ചക്കയാണ് ഇതിന് വേണ്ടത്. അതിൻ്റെ പുറത്തെ തോല് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ എടുക്കണം. ഇനി അതിനെ നമുക്ക് ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കാം. ഇതിന് ഇടിച്ചക്കയേക്കാളും ടേസ്റ്റാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കുരു മൂത്ത് പോകാൻ പാടില്ല. അതിൻ്റെ കുരുവിൻ്റെ പുറംതൊലി കടിക്കാത്തൊരു പരുവമാണ് വേണ്ടത്. കൈകൊണ്ട് ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ ആ തൊലി പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോരും. അത് കട്ടിയുള്ളതാണെങ്കിൽ ഒരു പക്ഷേ കടിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. ഇനി അതിൻ്റെ കുരുവും തൊലിയും പൂഞ്ഞിലും എല്ലാം ചേർത്തിട്ടാണ്, ചവിണി എല്ലാം ചേർത്ത് അരിഞ്ഞെടുക്കാം. ഇത് വളരെ നല്ലതാണ് ആരോഗ്യത്തിനെന്ന് എല്ലാവർക്കും അറിയാം. പച്ചച്ചക്ക കഴിക്കുന്നത് ഇൻസുലിൻ്റെ അളവ് കൂട്ടാനും എല്ലാം നല്ലതാണ്. ഏത് പ്രമേഹ രോഗികൾക്കും കഴിക്കാം. പച്ചച്ചക്ക വേസ്റ്റാക്കാതെ നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത ചക്ക നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അരക്കപ്പ് മാത്രം വെള്ളവും ചേർത്ത് കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1-2 വിസിൽ വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. 2-ൽ കൂടുതൽ വിസിലായാലും പേടിക്കാനൊന്നുമില്ല. ഇതധികം വെന്ത് ഉടഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് താളിച്ചെടുക്കണം. അതിനായി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ഉഴുന്ന് പരിപ്പാണ്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പകരം എരിവിനാവശ്യമുള്ള അത്രയും ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇനി അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ ഉപ്പ് ചേർത്ത് വേവിച്ചതായതുകൊണ്ട് ഇനി വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെയോ കട്ടൻ ചായയുടെ കൂടെയോ ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. താങ്ക്